ഹായ് ഹലോ. അങ്ങനെ നമ്മളും എത്തിയിരിക്കുകയാണ് മെത്ത ബസാറിൽ. മെത്ത ബസാർ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്താണ് അവിടുത്തെ തിരക്കെന്ന്. വട്ടിയിട്ട് കേട്ടണ രീതിയിലുള്ള തിരക്കാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല കണ്ണും ചിമ്മിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയണ്ടല്ലോ, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പറ്റിയ ഒരിടം തന്നെയാണ് മെത്ത ബസാർ. ഞങ്ങളൊരു 4 മണിയോടെയാണ് മെത്ത ബസാറിലെത്തിയത്. ആ സമയത്തുള്ള തിരക്കാണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ രാത്രിയത്തെ കാര്യങ്ങൾ. ഇവിടെ കാണാൻ പകൽ കാഴ്ചയേക്കാൾ നല്ലത് രാത്രി കാഴ്ചകളാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ രാത്രി സമയത്തായിരുന്നു വന്നത്, അതുകൊണ്ട് തന്നെ കാണാൻ അടിപൊളിയായിരുന്നു. അന്ന് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ആബക്കുട്ടൻ എൻ്റെ വയറ്റിലുമായിരുന്നു. എന്നാൽ ഇത്തവണ നമ്മൾ ആബക്കുട്ടനെ കൊണ്ടുവന്നിട്ടില്ല. എന്തൊക്കെ കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്, എന്തൊക്കെ മനോഹരമായ സ്റ്റാച്ചുകളാണ്. ഇത് കണ്ടു, ഇതിനെ കാണാൻ നല്ല ഭംഗിയില്ലേ. അതേപോലെ തന്നെ ഒത്തിരി സാധനങ്ങൾ തൂങ്ങിക്കിടക്കുന്നതും താഴെ ഇരിക്കുന്നതുമായിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഇവിടെയുണ്ട്. അതുകൂടാതെ തന്നെ ക്രിസ്മസ് ട്രീയെ തൂക്കാനുള്ള ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പിന്നെ എനിക്കവിടെ ഇഷ്ടപ്പെട്ട വേറൊരു സ്റ്റാച്ചുവാണ് ഇത്. ഭംഗിയുണ്ടല്ലേ. പിന്നെ സ്റ്റാറിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല അടിപൊളി കളക്ഷൻസുള്ള സ്റ്റാർസാണ് അവിടെ കാണാൻ പറ്റിയത്. ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്റ്റാറൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് തന്നെ എനിക്കൊരു പള്ളിപ്പെരുന്നാൾ പോയ ഒരു ഫീലായിരുന്നു തോന്നിയത്. പിന്നെ പപ്പാനിയുടെ എന്ന് പറയുന്നത് വമ്പിച്ചൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഊത്തുന്ന പപ്പാനി, തൂങ്ങിക്കിടക്കുന്ന പപ്പാനി, ഡാൻസ് കളിക്കുന്ന പപ്പാനി, അങ്ങനെ അടിപൊളിയായിരുന്നു. ഈ ഡാൻസ് കളിക്കുന്ന പപ്പാനിയെ കാണാൻ നല്ല ഭംഗിയില്ലേ. തീർന്നിട്ടില്ല, അനവധിയായിട്ടുള്ള പപ്പാനി കളക്ഷൻസ് പിന്നെയും ഉണ്ടായിരുന്നു കാണാൻ. ഈ ക്രിസ്മസിന് വെറൈറ്റി ഗിഫ്റ്റ് തിരക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് ഇത്. CK മാത്യു എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ കാണുന്നത് അടിപൊളി ഗിഫ്റ്റ് ഐറ്റംസ് ആയിരുന്നു. സാന്താക്ലോസിൻ്റെയും മാലാഖമാരുടെയും അങ്ങനെ ഒത്തിരിയേറെ ഗിഫ്റ്റ് ഐറ്റംസ് നിങ്ങൾക്ക് ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും പുറകല്ല ഈ ഷോപ്പ്. അതേപോലെ തന്നെയുണ്ട് റേറ്റും. പിന്നെ ഈ ഒരു സെറ്റ് അടിപൊളിയല്ലേ, നമ്മുടെ ഡൈനിങ് റൂമിലൊക്കെ വെക്കാൻ അടിപൊളിയായിരിക്കും. വേറെയും കുറേ ഗിഫ്റ്റ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് വീട് അലങ്കരിക്കാൻ പറ്റിയ ഐറ്റംസും അതേപോലെ തന്നെ വീട്ടിൽ വരുന്നവരെ ഷോ കാണിച്ച് ഷോക്കേസിൽ വെക്കാൻ പറ്റിയ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫ്ലവർ സെറ്റും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് കോട്ടണും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. പോരുന്ന സമയത്ത് പൊന്നൂസിന് വേണ്ടി ചേച്ചി ഒരു കണ്ണടയും കൂടെ വാങ്ങി. അപ്പോൾ തന്നെ സമയം ഏറെ വൈകിയിരുന്നു. പിന്നെ ഞങ്ങൾ തോപ്പുംപടി വന്ന് 2 ഷാർജയെ മേടിച്ച്. അപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ആശ്വാസമായത്. അതുവരെ പൊരിഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആബക്കുട്ടനൊരു മെഡിസിനും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. അതും കൂടെ വാങ്ങി ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.